വെൽക്കം ബാക്ക്. ഞാനിപ്പോൾ ഉള്ളത് ബാലിയിലെ ഡെൻപസർ എയർപോർട്ടിലാണ്. പക്ഷെ ബാലി യാത്രയിലല്ല, കൊമോഡോ എയർപോർട്ട് എന്നറിയപ്പെടുന്ന ലാബുൻ ബാജോയിലേക്കുള്ള ഫ്ലൈറ്റിലുള്ള വെയിറ്റിംഗിലാണ്. ഇപ്പോൾ രാവിലെ 8 മണിയായി. 9:30ക്കാണ് ഫ്ലൈറ്റ്. ഇന്നലെ രാത്രിയാണ് ബാലിയിലെത്തിയത്. എയർപോർട്ടിനടുത്ത് തന്നെയുള്ള ഒരു ഹോസ്റ്റലിലായിരുന്നു താമസം. ചെക്ക് ഇൻ ചെയ്യാൻ പോയപ്പോഴാണ് പറഞ്ഞത് 8:30യുടെ ഫ്ലൈറ്റ് ഉച്ചയ്ക്ക് 1:15 മാറ്റി. വേണമെങ്കിൽ ഫുൾ റീഫണ്ട് നാളെ വരെ ചെയ്യാമെന്നും പറഞ്ഞു. എനിക്കാണെങ്കിൽ 11:00 ലാബുൻ ബാജോ എത്തണം. വേറൊരു എയർലൈനിന്റെ ഫ്ലൈറ്റ് 9:30 അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അത് യോഗികർത്തയിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റ് ആണെന്നും അവിടെ നിന്ന് ഇതുവരെ പുറപ്പെട്ടില്ല, പുറപ്പെട്ടതിന് ശേഷം ബുക്ക് ചെയ്താൽ മതിയെന്നും പറഞ്ഞു. കുറച്ച് ടെൻഷൻ അടിച്ചെങ്കിലും മറ്റേ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത് 8 മണിക്ക് ആ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു. അങ്ങനെ 10:30 കൊമോഡോ എയർപോർട്ട് എത്തി. കൊമോഡോ എയർപോർട്ട് എന്നാണ് പേരെങ്കിലും ലാബുൻ ബാജോ ഇന്തോനേഷ്യയിലെ ഫ്ലോറസ് ദ്വീപിലെ ഒരു നഗരമാണ്. കൊമോഡോ ഡ്രാഗണുകളുടെ വാസസ്ഥലമായ കൊമോഡോ ഐലൻഡിലേക്ക് ഇവിടെ നിന്ന് ബോട്ടിൽ പോകണം. നാളെയാണ് അവിടെ പോകുന്നത്. ഇന്ന് കൊമോഡോ ഡ്രാഗണുകൾ കാണപ്പെടുന്ന വേറൊരു ദ്വീപായ റിഞ്ച ഐലൻഡിലേക്കാണ് പോകുന്നത്. ഒരുവിധം എല്ലാ ബോട്ട് ടൂറുകളും എയർപോർട്ട് പിക്കപ്പ് അല്ലെങ്കിൽ ഹോട്ടൽ പിക്കപ്പ് ഓഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്ന് നേരെ ലാബുൻ ബാജോ ബേ, അവിടുന്ന് റിഞ്ച ഐലൻഡ്. എയർപോർട്ടിൽ പിക്ക് ചെയ്യാൻ വന്നവർ എന്നോട് ആദ്യം തന്നെ സംസാരിച്ചത് ഇന്ത്യൻ സിനിമകളെ പറ്റിയും ഷാറുഖ് ഖാനെ പറ്റിയുമാണ്. ഇതാണ് ലാബുൻ ബാജോ ബേ. ഇവിടെയുള്ള എല്ലാ ട്രാവൽ ഏജൻസികളും ഈ ദ്വീപുകളിലേക്ക് ബോട്ട് ടൂർ നടത്തുന്നുണ്ട്. ട്രിപ്പ് അഡ്വൈസറിലും മറ്റും ഇവിടെ വന്ന് ബോട്ട് കാണുന്നത് വരെ ഒരു ബോട്ട് ടൂറും ബുക്ക് ചെയ്യരുതെന്നും അങ്ങനെ ചെയ്താൽ പൊട്ടിപ്പൊളിഞ്ഞ ബോട്ടിലായിരിക്കും അവർ നമ്മളെ കൊണ്ടുപോവുകയെന്നും നിരവധി പേരെ എഴുതിയത് കണ്ടു. കൂടാതെ മിക്ക ബോട്ട് ടൂറുകളും എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്തോനേഷ്യയുടെ മറ്റു ഭാഗങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കൊമോഡോ ഐലൻഡ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇവിടെ വന്ന് ബോട്ടൊക്കെ നോക്കി തീരുമാനിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് റിവ്യൂസ് നോക്കി കൂട്ടത്തിൽ ചീപ്പായ ബോട്ട് ടൂർസ് ആണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളത്. രാവിലെ 11:30 മുതൽ സൂര്യാസ്തമം വരെയാണ് ഇന്നത്തെ യാത്ര. എന്നെ കൂടാതെ 2 പേർ കൂടിയുണ്ട് ബോട്ടിലേക്ക്. പരിചയപ്പെട്ടപ്പോൾ അവരും തായ്വാനിൽ നിന്നാണ്. ഈ കാണുന്നതല്ല ഞങ്ങളുടെ ബോട്ട്. ഇതിനപ്പുറം നിർത്തിയിട്ടിരിക്കുന്ന ഒരു ചെറിയ സ്പീഡ് ബോട്ടാണ്. റിവ്യൂ വായിച്ച പോലെ തന്നെ നല്ല പുതിയ സ്പീഡ് ബോട്ടാണ്. ആദ്യം തന്നെ പോകുന്നത് റിഞ്ച ഐലൻഡിലേക്ക്. ഈ യാത്രയിൽ കണ്ട ദ്വീപുകളെല്ലാം ഇന്തോനേഷ്യയിലെ മറ്റ് സ്ഥലങ്ങളെ പോലെയല്ലാതെ വരണ്ടുണങ്ങിയ തീരെ പച്ചപ്പില്ലാത്തവയായിരുന്നു. റിഞ്ച ഐലൻഡിലെത്തി. ഇനി കൊമോഡോ നാഷണൽ പാർക്ക് റേഞ്ചേഴ്സിന്റെ അടുത്തേക്ക്. കൊമോഡോ ഡ്രാഗൺ ഉള്ള ദ്വീപുകളിൽ റേഞ്ചേഴ്സിന്റെ കൂടെ മാത്രമേ സഞ്ചരിക്കാൻ പറ്റൂ. അതിന്റെ കാരണം കൊമോഡോ ഡ്രാഗണുകൾ തരം കിട്ടിയ മനുഷ്യരെ അകത്താക്കും. കൂടാതെ ഇവ കടിച്ച വിഷബാധയേൽക്കുകയും ചെയ്യും. വെൽക്കം ടു റിഞ്ച ഐലൻഡ്. 2009 റിഞ്ച ദ്വീപിലെ ഒരു റേഞ്ചറെ കൊമോഡോ ഡ്രാഗൺ ഓഫീസിനകത്ത് കയറി ആക്രമിച്ചിട്ടുണ്ട്. മറ്റു റേഞ്ചേഴ്സ് എല്ലാം ചേർന്ന് എങ്ങനെയോ രക്ഷപ്പെടുത്തി ബാലിയിലെ ഹോസ്പിറ്റലിലേക്ക് അയച്ചു. 55 സ്റ്റിച്ച് ഉണ്ടായിരുന്ന മുറിവിൽ നിന്ന് റിക്കവർ ചെയ്യാൻ 6 മാസം എടുത്തെങ്കിലും തിരിച്ച് ഇവിടേക്ക് തന്നെ ജോലിക്ക് വന്നു. ചിലപ്പോഴൊക്കെ ടൂറിസ്റ്റുകളെയും ഇവ ആക്രമിച്ചിട്ടുണ്ട്. 2017 നവംബറിൽ ഒരു കൺസ്ട്രക്ഷൻ വർക്കറെയാണ് ഈ ദ്വീപിൽ അവസാനമായി കൊമോഡോ ഡ്രാഗൺ ആക്രമിച്ചത്. റേഞ്ചർ സ്റ്റേഷനിലേക്ക് കുറച്ച് നടക്കണം. ഇതെല്ലാം റേഞ്ചർ സ്റ്റേഷനുകളാണ്. ഇവിടെ തന്നെയാണ് ഇവരുടെ താമസവും. സന്ദർശകർക്ക് താമസിക്കാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. ഇവിടെയുള്ള റേഞ്ചേഴ്സ് എല്ലാം റിഞ്ച ദ്വീപിലെ ഒരേ ഒരു വില്ലേജിൽ നിന്നാണ്. അതായത് ചെറുപ്പം മുതലേ കൊമോഡോ ഡ്രാഗണുകളെ കണ്ടു വളർന്നവർ. ലോകത്തിലെ ഏറ്റവും വലിയ പല്ലിയാണ് കൊമോഡോ ഡ്രാഗൺ. നമ്മുടെ ഉടുമ്പിന്റെ ഒക്കെ അടുത്ത ബന്ധു. Do nothing, like sleep, yeah. But actually they're ready to take. They don't make any warning or sign how to take. They just take by suddenly. ഇദ്ദേഹമാണ് ഞങ്ങളുടെ കൂടെ വരുന്ന പാർക്ക് റേഞ്ചർ. ഏകദേശം 1300 കൊമോഡോ ഡ്രാഗണുകൾ ഇവിടെ ഉണ്ട്. Okay, we can go on the way, but we can take a picture over there. First, we just go to find the big one over there, yeah. മാക്സിമം 3 മീറ്റർ നീളവും 90 കിലോയുമാണ് മുതിർന്ന കൊമോഡോ ഡ്രാഗണുകൾക്ക്. So now we go to find the big one. I will take a picture with Komodo for memory. ശീതരക്ത ജീവികളായതിനാൽ ചൂടുള്ള കാലാവസ്ഥയാണ് ഇഷ്ടമെങ്കിലും
നല്ല ചൂടുള്ള സമയങ്ങളിൽ തണലുള്ള സ്ഥലങ്ങളിലാണ് ഇവയുണ്ടാവുക. അതാണ് ഈ ഭാഗങ്ങളിൽ കുറെ എണ്ണം. പിന്നെ ചിലപ്പോൾ റേഞ്ചേഴ്സ് ഇവയ്ക്ക് ആടിനെ കഴിക്കാൻ കൊടുക്കാറുണ്ട്. അതും കാരണമാകാം. ഈ കാണുന്നത് കൂടുകളല്ല, കെട്ടിടത്തിന്റെ അടിയിൽ പോകാതിരിക്കാനും വരാന്തയിൽ കയറാതിരിക്കാനും ഉണ്ടാക്കിയ വേലികളാണ്. ഈ ദ്വീപ് മുഴുവൻ ഡ്രാഗണുകൾക്ക് ഫ്രീ ആയി സഞ്ചരിക്കാം. വേണമെങ്കിൽ നീന്തി അടുത്തുള്ള ദ്വീപിലേക്ക് പോവുകയുമാവാം. പക്ഷെ മുൻപ് നടത്തിയ പരീക്ഷണങ്ങളിൽ അടുത്തുള്ള ദ്വീപുകളിലേക്ക് കൊണ്ടുപോയ ഡ്രാഗണുകളെല്ലാം സ്വന്തം ദ്വീപിലേക്ക് തിരിച്ചു നീന്തി വന്നു. പെട്ടെന്നാണ് കൊമോഡോ ഡ്രാഗണുകൾ ആക്രമിക്കുന്നത്. മിക്കപ്പോഴും കടിയേൽക്കുന്ന മൃഗങ്ങൾ ഓടി രക്ഷപ്പെടുമെങ്കിലും വിഷബാധയേറ്റ് 2-3 ദിവസങ്ങൾ കൊണ്ട് ഇവ ചാകും. ചത്ത മൃഗത്തിന്റെ മണം പിടിച്ചു വരുന്ന ഡ്രാഗണുകൾ ഇവയെ അകത്താക്കും. 4 കിലോമീറ്റർ വരെ മണം പിടിക്കാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. പാമ്പുകളുടേത് പോലുള്ള നാക്കുപയോഗിച്ചാണ് മണം പിടിക്കുന്നത്. ഈ ദ്വീപിൽ കാണപ്പെടുന്ന മാനുകൾ, എരുമകൾ, കുരങ്ങന്മാർ ഒക്കെയാണ് പ്രധാന ഭക്ഷണം. ഇവിടെ അടുത്ത് തന്നെ മാനുകളെയും കുരങ്ങന്മാരെയും കാണാം. ഇപ്പോൾ ഡ്രൈ സീസൺ ആയതുകൊണ്ട് ഈ തോടിലുള്ള കുറച്ച് വെള്ളം കുടിക്കാൻ വന്നതാണെന്ന് തോന്നുന്നു. Small size or yeah, we have the biggest one. Stay inside there, under the shade. Under the house. How many you see in Padar? We didn't go to Padar. They can smell the broth. ഈ ദ്വീപിലെ മണ്ണും മരങ്ങളും എല്ലാം കൊമോഡോ ഡ്രാഗന്റെ കളറാണ്. ചില വേരുകൾക്ക് ഡ്രാഗന്റെ അതേ ആകൃതി. They can kill a buffalo, like a deer. They can kill straight away, yeah. But buffalo, they have to wait for 1 or 2 weeks. Yeah, because buffalo too big. So I think she's just a baby. adult. So it's okay? Move fast. Actually, it can run 30 km/h. So distant, yeah, no slow, no long distance. So distant only. Oh, they're just waiting for the deer come close, get close. ഇവിടെ അടുത്തൊരു സ്ഥലത്ത് ഡ്രാഗൺ മുട്ടയിട്ടിട്ടുണ്ട്. അവിടേക്കാണ് ഇനി ഞങ്ങൾ പോകുന്നത്. അവിടെ അതാ കുറച്ചു പേര് ഡ്രാഗൺ പോകുന്നത് നോക്കി നിൽക്കുന്നു. ഇപ്പോൾ പെൺ ഡ്രാഗണുകൾ മുട്ടയിടുന്ന സമയമാണ്. ഇവിടെ കാണപ്പെടുന്ന ഓറഞ്ച് ഫൂട്ടഡ് സ്ക്രബ് ഫോൾ എന്ന പക്ഷി നിലംമാന്തി ഉണ്ടാക്കുന്ന കൂടുകളിലാണ് കൊമോഡോ ഡ്രാഗൺ മുട്ടയിടുന്നത്. ഒരു പ്രാവശ്യം 20ഓളം മുട്ടകൾ ഇടും. They look like a Gangnam Style when you walk in. മറ്റു ഡ്രാഗണുകൾ മുട്ട കണ്ടുപിടിച്ച് തിന്നാതിരിക്കാൻ മുട്ടയിട്ട കുഴികൾക്കടുത്ത് പെൺ ഡ്രാഗൺ വേറെ കുറെ കുഴികളും കൂടി ഉണ്ടാക്കും. കൂടിനടുത്തേക്കാണ് ഈ ഡ്രാഗൺ പോകുന്നത്. പറ്റുന്ന സമയങ്ങളിലെല്ലാം പെൺ ഡ്രാഗൺ കൂടിന് കാവലിരിക്കും. മുട്ട വീഴാൻ 7-8 മാസം എടുക്കും. വിശന്നാൽ അമ്മ തന്നെ മുട്ടയെയും കുഞ്ഞുങ്ങളെയും അകത്താക്കും. കാർണിവൽസ് ആയ മുതിർന്ന കൊമോഡോ ഡ്രാഗണുകളെ പേടിച്ച് മുട്ട വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾ ആദ്യത്തെ 1-2 കൊല്ലങ്ങൾ മരങ്ങളിലാണ് കഴിഞ്ഞുകൂടുന്നത്. വലിയ ഡ്രാഗണുകൾക്ക് മരം കയറാൻ പറ്റില്ല. നല്ല നീന്തൽക്കാർ കൂടിയാണ് കൊമോഡോ ഡ്രാഗണുകൾ.
അത് കൂടിനടുത്തെത്തി കൂടിന് കാവലിരിക്കുകയാണ്. പുറമേ നിന്ന് നോക്കിയാൽ മുട്ടകൾ കാണാൻ പറ്റില്ല. Difficult to find them because they put on the ground there. And after they put eggs inside there, because also the hole quite deep, about 2 meter deep, and sea carefully is quite so hard to find them. Look like a turtle, but Komodo holes like quite deep, yeah, and turtle. So this is their nest. Yeah, yeah, and many holes, but actually only one hole drill for the eggs inside there. The other hole just for camouflage to make confuse a beacon dragon, even another animal like a snake or boar can't eat the eggs. So clever. How many eggs they lay? How many eggs they can lay? She can lay? 30. Yeah, 30, but not 100% can survive. From 100% example, only 20 or 50% can survive. Anyway, also they cannibal. She cannibal with each other. Yeah, and also depend of the temperature. Why they not stay together with the mother? Like no family, no sister, no doctor, no father. Also the father, I think. Just when they made only they. കൊമോഡോ ദ്വീപും റിഞ്ച ദ്വീപും കൂടാതെ വേറെ 3 ദ്വീപുകളിലും കുറച്ച് ഡ്രാഗണുകളും ഉണ്ട്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായ കൊമോഡോ നാഷണൽ പാർക്കിലെ ഒരു ദ്വീപാണ് റിഞ്ച ഐലൻഡ്. കൂടാതെ ന്യൂ 7 വണ്ടേഴ്സ് ഓഫ് നേച്ചറിൽ ഒന്നുകൂടിയാണ് കൊമോഡോ നാഷണൽ പാർക്ക്. ഇനി ഈ ദ്വീപിലെ ഒരു വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. Let's go to the open area. So after like to see the panorama or escape in an ocean. Okay. What do you see? We just directly go there. So we go to the long way a little bit because we can't see any. വരണ്ടുണങ്ങിയ റിഞ്ച ദ്വീപ്. ഇടയ്ക്ക് കാണുന്ന പച്ചപ്പ് എണ്ണപ്പനകളാണ്. ഈ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയാൽ ചുറ്റുമുള്ള വേറെ കുറെ ദ്വീപുകളും കൂടെ കാണാം. ഞങ്ങൾ ബോട്ടിൽ വന്നിറങ്ങിയ സ്ഥലമാണ് താഴെ. You see like a 2 hill in the middle? Behind the Komodo Islands. ഇനി തിരിച്ച് താഴേക്ക്. ഇതാണ് റിഞ്ച ദ്വീപിലെ ലോൺലി ട്രീ. വെളുത്ത് നിർത്തി കാണുന്നതാണ് കൊമോഡോ ഡ്രാഗൺ പൂ. Deer they become brown when it the buffalo and wild boar, you know wild boar, pig, they become black, white and black. And when they eat deer, white and brown. തിരിച്ച് താഴെ റേഞ്ചർ സ്റ്റേഷൻ അടുത്തെത്തിയപ്പോൾ പുതിയ കുറെ വിസിറ്റേഴ്സ് കൊമോഡോ ഡ്രാഗന്റെ കൂടെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നു. തിരിച്ചു പോകുന്ന വഴി റേഞ്ചർ കൂടെയില്ലാത്ത സമയത്താണ് ഈ കൊമോഡോ ഡ്രാഗൺ മുന്നിൽ വന്നത്. പക്ഷെ അത് നമ്മളെ മൈൻഡ് ചെയ്യാതെ അതിന്റെ പാട്ടിന് പോയി. എന്നാലും ബോട്ടിലെ ഗൈഡ് ഞങ്ങളോട് സൂക്ഷിച്ചു നടക്കാൻ പറഞ്ഞു. ഇവിടെ വരുന്നതിന് മുൻപ് നല്ല പേടിയുണ്ടായിരുന്നെങ്കിലും റേഞ്ചറിന്റെ കൂടെ കുറച്ചു സമയം നടന്നപ്പോൾ പേടിയൊക്കെ പോയി. ഇനി ഇതിനടുത്തുള്ള വേറെ കുറച്ച് ദ്വീപുകളും സ്നോർക്കിലിംഗുമാണ് പരിപാടി. അപ്പൊ അടുത്ത തവണ കൊമോഡോ നാഷണൽ പാർക്കിലെ വേറൊരു ദ്വീപിൽ വെച്ച് കാണാം.